ഹലോ നമസ്കാരം. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ 15 അപ്പോൾ 9th സ്റ്റാൻഡേർഡ് മുതൽ PG പ്രോഗ്രാംസിന് വരെ നമുക്ക് സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാം. ഏകദേശം 15,000 മുതൽ 2.5 ലാക്ക് വരെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ UG പ്രോഗ്രാംസിന് അപേക്ഷിക്കുന്നവർ 75% എബോവ് മാർക്ക് എടുത്തിരിക്കണം പ്ലസ് ടുവിനകത്ത്. പിന്നെ അതുപോലെ നമ്മുടെ വാർഷിക വരുമാനം ബിലോ 6 ലാക്കിന് താഴെയായിട്ട് ആയിരിക്കണം. അപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിൽ ബിലോ 3 ലാക്കിന് താഴെയായിട്ടായിരിക്കണം സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവരുടെ വാർഷിക വരുമാനം. അവർക്ക് ഏകദേശം 15,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോട്ടക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഒരു സ്കോളർഷിപ്പിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടക് കന്യ സ്കോളർഷിപ്പ് എന്നാണ് പറയുക. അതായത് ഗേൾ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പാണ്. ഏകദേശം 1.5 ലാക്ക് വരെ നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്ന് വെച്ചാൽ UG പ്രോഗ്രാംസിന് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, അതായത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഇന്റഗ്രേറ്റഡ് LLB ഈ കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. വാർഷിക വരുമാനം ബിലോ 6 ലാക്ക് ആയിരിക്കണം. പിന്നെ കോട്ടക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോട്ടക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ പ്ലസ് ടുവിൽ 75 എബോവ് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഇവർക്കൊക്കെ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ 2 സ്കോളർഷിപ്പിനും അപേക്ഷിക്കുക. SBIയുടെ ആശാ സ്കോളർഷിപ്പ്, അതുപോലെ കോട്ടക് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ കന്യ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ 2 സ്കോളർഷിപ്പാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.